ഓ അങ്ങനെ എന്നെ തേടി ഒരു ചാൻസ് വന്നു. അല്ല, ഇത് സന്തോഷിച്ചിരിയാണോ അതോ ആക്കിയതാണോ? അല്ല, ചാൻസേ ഒരു ചാൻസ് കിട്ടിയ ക്ഷീണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അടുത്തതും കിട്ടിയത് ഓർത്ത് ചിരിച്ചതാ താരമേ. എന്നെങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഞാൻ ഈ ചമ്മുന്നതൊക്കെ എന്റെ എക്സ്പീരിയൻസാ. നിങ്ങൾ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും, ഞാൻ നാളെ രക്ഷപ്പെടുകയും ചെയ്യും. അതിന് മാത്രം ഇപ്പോൾ എന്താ ഉണ്ടായേ? അബ്ദുൾ ജബ്ബാർ സാറിന്റെ വർക്ക് കൺഫേം ആയി. ഇത് പഴയമാതിരി തട്ടിക്കൂട്ട് പടന്നല്ല, ഹൈ ബഡ്ജറ്റാ, ഹൈ ബഡ്ജറ്റ്. മുമ്പേ എന്റെ ഡയലോഗ് തെറ്റിയതാ, അതിന് റീടേക്ക് കാണുന്നു വിചാരിച്ചതാ എന്റെ തെറ്റ്. പക്ഷേ ഇപ്പോ അത് വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പൊ ഡയലോഗ് തെറ്റിയാലും കുഴപ്പമില്ലേ? അതെന്താ കഥാപാത്രം ഊമയാ? എടാ ടോണി, നീ ഒന്നും മിണ്ടാതിരുന്നേ. എപ്പോ നോക്കിയാലും നിന്റെ ഒരു കളിയാക്കല്. പാവ ആനന്ദ് ഒരു ചാൻസിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് അവസാനം അത് കിട്ടിയപ്പോ അത് പണ്ടാരടങ്ങി ഗ്യാസ് തീർന്നിരിക്കുമ്പോഴോ അവന്റെ ഒരു... എടാ ആനന്ദേ, നീ വല്ലപ്പോഴെങ്കിലും ഇതുപോലത്തെ സീരിയസ് കാര്യം പറയുമ്പോഴാ നമ്മളൊന്ന് മനസ്സ് തുറന്ന് ചിരിക്കുന്നേ. നീ പറയടാ. താങ്ക് യു പറു. ബേസിക്കലി ബോഡി ലാംഗ്വേജിൽ ഞാൻ ആ ക്യാരക്ടറിനായി ഇത്ര ഫിറ്റ് ആണെന്ന് റോക്കി സാറ് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഫിറ്റാ? നീയാ ഫിറ്റ്? അതും നീ. എടാ നീ വെറും എല്ലനാ, ജസ്റ്റ് സൈസ് 0. സത്യം പറയാലോ, ഒരു ഫിലിം സ്റ്റാർ ആകാനുള്ള ബോഡി ഒന്നും നിനക്കില്ല. എത്ര കാലമായി നിന്നോട് ഞാൻ ജിമ്മിൽ വരാൻ പറയുന്നു. നീ അന്നേ വന്നിരുന്നെങ്കിൽ ഇപ്പൊ നീ ഒരു സ്റ്റാർ ആയനെ. വരാനുള്ളത് വഴുകി തങ്ങില്ല മോനെ ആനന്ദേ, നിന്റെ കാര്യം കട്ടപ്പുക. എടാ ആനന്ദേ, നിനക്കൊരു സിനിമ നടനാകണമെന്നുണ്ടെങ്കിൽ നീ ഇവളെ സഹിച്ചാലേ, അല്ല ഇവള് പറയുന്നത് പോലെ കേട്ട് വർക്കൗട്ട് ചെയ്താലേ പറ്റൂ. ഓക്കെ? എന്താ നിന്റെ ഡിസിഷൻ? പറ. വർക്കൗട്ട് ചെയ്യണോ അതോ? ചെയ്യാം. വർക്കൗട്ട് അല്ല, എന്തും ഒരു സ്റ്റാർട്ടപ്പ്. അതെന്റെ ഡ്രീമാ. That's the spirit. All right.